നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഒരു ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സിനെ കുറിച്ച് പഠിച്ചു. ഇനി അഡ്ജസൻസി മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകത നോക്കാം. ആദ്യം ഒരു എക്സാമ്പിൾ, അതിനുശേഷം ജനറൽ റിസൾട്ട് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ്. വെർട്ടിസസിനെ V1, V2, V3 എന്ന് പേര് മാറ്റി കൊടുത്തു എന്ന് മാത്രം. എഡ്ജസിന് നെയിം ചെയ്തിട്ടുണ്ട്. 3 വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫാണ്. അതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്ജസൻസി മെട്രിക്സിൽ നിന്നും ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്തത്. ഒന്നും കൂടിയും പറയാം. ഇവിടെ ഇത് V1 എന്നുള്ള വെർട്ടിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം, ഇത് V2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, ഇത് V3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് V1, V2, V3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസ്. ദെൻ ഫസ്റ്റ് എൻട്രി V1ൽ നിന്നും V1ലേക്ക് എത്ര എഡ്ജ് ഉണ്ട്? E1 എന്നുള്ളൊരു ലൂപ്പ് ഉള്ളത് കൊണ്ട് അവിടെ 1. ദെൻ സെക്കൻഡ് എൻട്രി V1ൽ നിന്നും V2ലേക്ക് എത്ര എഡ്ജസ് ഉണ്ട്? V1ൽ നിന്നും V2ലേക്ക് 2 എഡ്ജസ് ഉണ്ട്. അതുപോലെ V1ൽ നിന്നും V3യിലേക്ക് ഒരു എഡ്ജ് ആയതുകൊണ്ട് ഇവിടുത്തെ എൻട്രി 1. ദെൻ V2ൽ നിന്നും V1ലേക്കും ഇതുപോലെ തന്നെ 2 എഡ്ജസ്. V2ൽ നിന്നും V2യിലേക്ക് എഡ്ജസ് ഇല്ല, ലൂപ്പില്ല. V2ൽ നിന്നും V3യിലേക്കും എഡ്ജസ് ഇല്ല, 0. ദെൻ V3യിൽ നിന്നും V1ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. ദെൻ V3യിൽ നിന്നും V2യിലേക്കും V3യിൽ നിന്നും V3യിലേക്ക് തന്നെ എഡ്ജസ് ഇല്ലാത്തത് കൊണ്ട് ഈ 2 എൻട്രീസും 0. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ്. ഇനി ആ മെട്രിക്സിൻ്റെ സ്ക്വയർ, അതായത് A × A നമുക്ക് എന്താണെന്ന് നോക്കാം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ളൊരു മെട്രിക്സ് ആണ് കിട്ടുന്നത്. 6 2 1 2 4 2 1 2 1. ഇതിനെ മെട്രിക്സ് Bij എന്ന റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. അതായത് ഓരോ എൻട്രീസ് ഫസ്റ്റ് എൻട്രി B11, B12, B13 അങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ദെൻ Bij എന്നുള്ളത് വെർട്ടെക്സ് VIയിൽ നിന്നും വെർട്ടെക്സ് VJയിലേക്ക് ലെങ്ത് 2 ഉള്ള എത്ര ഡിഫറെൻറ്റ് വാക്സ് ഉണ്ടോ അതിൻ്റെ നമ്പറാണ് ഈ Bij എന്നുള്ളത് നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ B11 എന്നുള്ളത് വെർട്ടെക്സ് V1ൽ നിന്നും വെർട്ടെക്സ് V1ലേക്ക് തന്നെ ലെങ്ത് 2 ഉള്ള എത്ര വാക്സ് ഉണ്ട് അതിൻ്റെ എണ്ണം, എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്സ് നമുക്ക് കണ്ടുപിടിക്കാം. വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഡ്ജസും വെർട്ടിസസും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ലെങ്ത് 2 ഉള്ള എത്ര വാക്സ് ഉണ്ടോ അതാണ് B11. ഇതേപോലെ B12 എന്നുള്ളത് വെർട്ടെക്സ് V1ൽ നിന്നും വെർട്ടെക്സ് V2യിലേക്ക് ലെങ്ത് 2 ഉള്ള എത്ര വാക്കുകളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് എത്ര വാക്കുകളുണ്ട് അതിൻ്റെ എണ്ണമാണ് B12. അതുപോലെ തന്നെ എല്ലാ എൻട്രീസും. ഇപ്പോൾ ലാസ്റ്റ് B31 എന്നുള്ളത് വെർട്ടെക്സ് V3യിൽ നിന്നും വെർട്ടെക്സ് V1യിലേക്ക് ലെങ്ത് 2 ഉള്ള എത്ര ഡിഫറെൻറ്റ് വാക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് B31 എന്നുള്ള എൻട്രി. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ അതിൽ നിന്ന് നോക്കാം. B11 എന്നുള്ളത് 6 ആണ്. സോ വെർട്ടെക്സ് V1ൽ നിന്നും അതിലേക്ക് തന്നെ ലെങ്ത് 2 ഉള്ള 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാം, വാക്കിൽ നമുക്ക് വെർട്ടിസസും എഡ്ജസും എല്ലാം റിപ്പീറ്റ് ചെയ്യാം. സോ V1ൽ തുടങ്ങി V1ൽ തന്നെ അവസാനിക്കണം, ലെങ്ത് 2 ആവണം. ഒരു വാക്കിൻ്റെ ലെങ്ത് എന്നുള്ളത് അതിൽ എത്ര എഡ്ജ് ഉണ്ടോ അതാണ് അതിൻ്റെ ലെങ്ത്ത്. സോ നമുക്കിവിടെ ആദ്യത്തെ V1, E1, വീണ്ടും V1ൽ നിന്നും E1ലൂടെ V1ൽ തന്നെ എത്തുന്നു. ദെൻ വീണ്ടും E1ലൂടെ V1ലേക്ക് തന്നെ എത്തുന്നു, അതാണ് ഫസ്റ്റത്തെ. അപ്പോൾ അത് ലെങ്ത് 2 ഉള്ളൊരു വാക്കാണ്. ദെൻ V1ൽ നിന്നും E2 വഴി V2യിലേക്ക് എത്തുന്നു, തിരിച്ച് E2 വഴി തന്നെ V1ലേക്ക് എത്തുന്നു. സോ അത് ലെങ്ത് 2 ഉള്ള മറ്റൊരു വാക്ക്. ഇതേപോലെ തന്നെ V1ൽ നിന്നും E3 വഴി V2യിലേക്ക് എത്തുന്നു, E3 വഴി തന്നെ V1ലേക്ക് തിരിച്ചെത്തുന്നു. ഇനി V1ൽ നിന്നും E2 വഴി V2യിലേക്കും E3 വഴി തിരിച്ച് V1ലേക്കും, അതുപോലെ V1ൽ നിന്നും ആദ്യം E3 വഴി V2യിലേക്ക് തിരിച്ച് E2 വഴി V1ലേക്ക്. ഇതെല്ലാം ലെങ്ത് 2 ഉള്ള വാക്കുകളാണ്. ലാസ്റ്റ് വൺ V1ൽ നിന്നും E4 വഴി V3യിലേക്ക് തിരിച്ച് E4 വഴി തന്നെ V1ലേക്ക്. ഇനി വേറെ ലെങ്ത് 2 ഉള്ള വാക്ക് ഡിഫറെൻ്റ് ആയിട്ട് V1ൽ നിന്നും V1ലേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. സോ ഈ ഗ്രാഫ് മെട്രിക്സിലെ ആദ്യത്തെ എൻട്രി നൽകുന്നത് വെർട്ടെക്സ് V1ൽ നിന്നും വെർട്ടെക്സ് V1ലേക്ക് തന്നെ ലെങ്ത് 2 ഉള്ള എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകളുണ്ടോ അതിൻ്റെ നമ്പറാണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. B23 ഈ എൻട്രിയാണ്, അത് 2 ആണ്. അപ്പോൾ നമുക്ക് വെർട്ടെക്സ് V2ൽ നിന്നും വെർട്ടെക്സ് V3യിലേക്ക് ലെങ്ത് 2 ഉള്ള ഡിഫറെൻ്റ് ആയിട്ട് 2 വാക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. V2ൽ നിന്നും E2 വഴി V1ലേക്ക്, ദെൻ V1ൽ നിന്നും E4 വഴി V3യിലേക്ക്.
അതുപോലെ V2 നിന്നും E3 വഴി V1ലേക്ക്, E4 വഴി V3യിലേക്ക്. ഇതല്ലാണ്ട് V2 നിന്നും V3യിലേക്ക് ലെങ്ത് 2 ആയിട്ട് വേറെ ലെങ്ത് ഉള്ള വോക്കൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ലെങ്ത് 2 ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് രണ്ടെണ്ണേ നമുക്കുള്ളൂ V2 നിന്നും V3യിലേക്ക് എത്താൻ. ഓക്കെ, ഇനി ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും സിമെട്രിക് മെട്രിക്സ് തന്നെയാണ്. നമുക്ക് നോക്കാം. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ A² തന്നെയാണ് കിട്ടുക. A² ട്രാൻസ്പോസും A² തന്നെയാണ് കിട്ടുക. അതെല്ലാം സിമെട്രിക് മെട്രിക്സ് തന്നെയാണ്. ഇനി ഇതിൻ്റെ അടുത്ത പവർ A³ അതായത് A × A × A അല്ലെങ്കിൽ A² × A. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11, 12, 6, 12, 4, 2, 6, 2, 1. ഇതും സിമെട്രിക് മെട്രിക്സ് തന്നെയാണ്. അതിൽ എൻട്രീസിനെ നമ്മൾ Cij എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ ഇത് C11, C12, C13 അങ്ങനെ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ Cij നൽകുന്നത് വെർട്ടെക്സ് VIയിൽ നിന്നും വെർട്ടെക്സ് VJയിലേക്ക് ലെങ്ത് 3 ഉള്ള എത്ര ഡിഫറെൻറ്റ് വോക്സ് ഉണ്ടോ അതിൻ്റെ നമ്പറാണ് ഇതിലെ ഓരോ എൻട്രീസും നമുക്ക് നൽകുന്നത്. Cij എന്നുള്ളത് വെർട്ടെക്സ് VIയിൽ നിന്നും വെർട്ടെക്സ് VJയിലേക്ക് ലെങ്ത് 3 ഉള്ള എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള വോക്സ് ഉണ്ടോ അതാണ് ഇതിലെ ഈ മെട്രിക്സിലെ ഓരോ എൻട്രീസും. ഇപ്പോൾ A² കേസിലാവുമ്പോൾ ലെങ്ത് 2 ഉള്ള എത്ര ഡിഫറെൻറ്റ് വോക്സ് VIയിൽ നിന്നും VJയിലേക്ക് ഉണ്ട്. A³ കേസിലേക്ക് വന്നപ്പോൾ ലെങ്ത് 3 ഉള്ള എത്ര ഡിഫറെൻറ്റ് വോക്സ് VIയിൽ നിന്നും VJയിലേക്കുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിലെ B13 എന്നുള്ളത് 6 ആണ്. സോ വെർട്ടെക്സ് V1 നിന്നും വെർട്ടെക്സ് V3യിലേക്ക് ലെങ്ത് 3 വരുന്ന 6 ഡിഫറെൻറ്റ് വോക്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. 6ൽ കൂടുതലും ഉണ്ടാവില്ല, കുറവും ഉണ്ടാവില്ല. എക്സാക്ട്ലി 6 ഡിഫറെൻറ്റ് വോക്സ് ആണ് ലെങ്ത് 3 ഉള്ളത് V1 നിന്നും V3യിലേക്ക്. നമുക്കത് നോക്കാം. ആദ്യത്തെ V1 നിന്നും E4 വഴി V3യിലേക്ക് എത്തുന്നു. ദെൻ തിരിച്ച് E4 വഴി തന്നെ V1ലേക്ക് എത്തുന്നു. തിരിച്ച് E4 വഴി തന്നെ V3യിലേക്ക് എത്തുന്നു. സോ ലെങ്ത് 3 ഉള്ള വോക്കാണ്. ഇനി V1 നിന്നും E1 വഴി V1ലേക്ക് തന്നെ എത്തുന്നു. ലൂപ്പാണത്. ദെൻ വീണ്ടും E1 വഴി V1ലേക്ക് തന്നെ എത്തുന്നു. ദെൻ E4 വഴി V3യിലേക്ക് എത്തുന്നു. സോ ഇതും 3 എഡ്ജസ് ആണ്. ലെങ്ത് 3 ഉള്ള വോക്കാണ്. ദെൻ V1 നിന്നും E2 വഴി V2യിലേക്ക് എത്തുന്നു. E2 വഴി തന്നെ തിരിച്ച് V1 എത്തുന്നു. ദെൻ V1 നിന്നും E4 വഴി V3യിലേക്ക് എത്തുന്നു. V1 നിന്നും E3 വഴി V2യിലേക്ക്, തിരിച്ച് E3 വഴി തന്നെ V1ലേക്ക്, ദെൻ E4 വഴി V3യിലേക്ക്. ഇനി V1 നിന്നും E2 വഴി V2യിലേക്കും, E3 വഴി തിരിച്ച് V1ലേക്കും, V1 നിന്നും E4 വഴി V3യിലേക്ക്. ഇതേപോലെ V1 നിന്നും E3 വഴി V2യിലേക്കും, E2 വഴി തിരിച്ച് V1ലേക്കും, ദെൻ E4 വഴി V3യിലേക്ക്. ഈ 6 എണ്ണമാണ് നമുക്ക് V1 നിന്നും വെർട്ടെക്സ് V1 നിന്നും വെർട്ടെക്സ് V3യിലേക്ക് ലെങ്ത് 3 ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വോക്സ്. അപ്പോൾ ലാസ്റ്റത്തെ എൻട്രി ഇപ്പോൾ ഇവിടെ C33 അത് 1 ആണ്. അപ്പോൾ V3യിൽ നിന്നും V3യിലേക്ക് ലെങ്ത് 3 ഉള്ള ഡിഫറെൻറ്റ് വോക്സിൻ്റെ എണ്ണം ആകെ ഒരെണ്ണം ഉള്ളൂ. അതിങ്ങനെയാണ് V3യിൽ നിന്നും E4 വഴി V1ലേക്ക്, ദെൻ E4 വഴി തന്നെ V3യിലേക്ക്, E1 വഴി വീണ്ടും V1ലേക്ക്, ദെൻ E4 വഴി V3യിലേക്ക്. ഇതല്ലാണ്ട് ലെങ്ത് 3 ഉള്ള ബോക്സ് നമുക്ക് കിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ V4 നിന്നും V1 വഴി E4 വഴി V1ലേക്ക്, തിരിച്ച് E4 വഴി V3യിലേക്ക്, ദെൻ E4 വഴി V1ലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ലെങ്ത് 3 ആയി തിരിച്ചിങ്ങോട്ട് എത്തണമെങ്കിൽ ലെങ്ത് 4 ആവും. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ പോകണം. V3യിൽ നിന്നും E4 വഴി V1ലേക്ക്, ദെൻ ഈ ലൂപ്പ് എടുത്ത് വീണ്ടും V1ലേക്ക്, ദെൻ E4 വഴി V3യിലേക്ക്. സോ V3യിൽ നിന്നും V3യിലേക്ക് ലെങ്ത് 3 ഉള്ള ഒരു വോക്ക് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. സോ ഇതിൻ്റെ ജനറലൈസേഷനാണ് ഇനി പറയുന്ന തിയറം 1.5. അതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കുവാനില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് G be a graph with n vertices V1, V2, etc. Vn, and let A denote the adjacency matrix of G with respect to this listing of vertices. Let K be any positive integer, and let A raised to K denote the metric multiplication of K copies of A. Then the ijth entry of A raised to K is the number of different Vi, Vj walks in G of length K.
നേരത്തെ പറഞ്ഞതിൻ്റെ ജനറലൈസേഷനാണ് ഇത്. നമ്മൾ എ സ്ക്വയറിൻ്റെ കേസിലാകുമ്പോൾ അതിൽ ഓരോ എൻട്രീസ് അതിൻ്റെ ijth എൻട്രി നൽകുന്നത് വെർട്ടെക്സ് വി എയിൽ നിന്നും വി ജെയിലേക്ക് ലെങ്ത് 2 ഉള്ള എത്ര ഡിഫറെൻറ്റ് ബോക്സ് ഉണ്ടോ അതിൻ്റെ എണ്ണമാണ് എ സ്ക്വയർ എന്നുള്ള മെട്രിക്സിൻ്റെ ijth എൻട്രി നൽകുന്നത്. ഇതേപോലെ തന്നെ എ ക്യൂബിൻ്റെ കേസും നമ്മൾ എടുത്തു. അവിടെ അതിൻ്റെ ijth എൻട്രി നൽകുന്നത് വെർട്ടെക്സ് വി എയിൽ നിന്നും വെർട്ടെക്സ് വി ജെയിലേക്ക് ലെങ്ത് 3 ഉള്ള എത്ര ഡിഫറെൻറ്റ് ബോക്സ് ഉണ്ട് അതിൻ്റെ നമ്പറാണ് നൽകുന്നത്. അതേപോലെ അതിൻ്റെ ജനറലൈസേഷനാണ് പറയുന്നത്. ജി എന്നുള്ള ഗ്രാഫിൽ n വെർട്ടീസസ് v1 v2 എക്സെട്ര vn ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു n/n മെട്രിക്സ് കിട്ടും. ഇതേ ഒരു ഓർഡറിൽ വെർട്ടീസസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ വെർട്ടെക്സിൻ്റെ ഓർഡർ മാറുന്നതിനനുസരിച്ച് മെട്രിക്സിലും ചേഞ്ച് സംഭവിക്കും. സോ ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്തിട്ടുള്ള അഡ്ജസൻസി മെട്രിക്സ് ആണ് എ എന്ന് വിചാരിക്കുക. ദെൻ കെ എന്നുള്ളത് എനി പോസിറ്റീവ് ഇൻറ്റിജർ 1ഓ 2ഓ എങ്ങനെ വേണമെങ്കിലും നമുക്കാവാം. കെ എന്നുള്ളത് എനി പോസിറ്റീവ് ഇൻറ്റിജർ. ദെൻ a⁻k എന്നുള്ളത് ഇതിൻ്റെ മെട്രിക്സ് എയുടെ കെ കോപ്പീസ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ സ്ക്വയർ എന്നുള്ളത് a ഇൻറ്റു എ ക്യൂബ് എന്നുള്ളത് a ഇൻറ്റു എ 3 കോപ്പീസ് ഓഫ് എയുടെ പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ a⁻kയിലെ ijth എൻട്രി എന്നുള്ളത് വെർട്ടെക്സ് വി എയിൽ നിന്നും വെർട്ടെക്സ് വി ജെയിലേക്ക് ലെങ്ത് കെ ഉള്ള എത്ര ഡിഫറെൻറ്റ് ബോക്സ് ഉണ്ടോ അതിൻ്റെ എണ്ണമായിരിക്കും അത് എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് സിലബസിൽ പഠിക്കുവാനില്ല. നമ്മളൊരു കേസ് പറയാൻ വിട്ടുപോയി. ഇത് a⁻1 ആണ്. ദെൻ ഇതിലെ ഓരോ എൻട്രീസും നൽകുന്നത് ഇതിൻ്റെ ijth എൻട്രി നൽകുന്നത് വെർട്ടെക്സ് വി എയിൽ നിന്നും വി ജെയിലേക്ക് ലെങ്ത് 1 ഉള്ള എത്ര ഡിഫറെൻറ്റ് ബോക്സ് ഉണ്ട് അതിൻ്റെ എണ്ണം. ഓക്കെ, അപ്പോൾ v1ൽ നിന്നും v1ലേക്ക് ലെങ്ത് 1 ഉള്ള ഒരു വോക്കാണുള്ളത്. അതിതാണ് v1 e1 v1. ഒരൊറ്റ എഡ്ജ് മാത്രമേ പാടുള്ളൂ. v1ൽ നിന്നും v2ലേക്ക് ലെങ്ത് 1 ഉള്ള 2 വോക്ക് ഉണ്ട്. അതായത് ഡയറക്റ്റ് എത്ര എഡ്ജ് ഉണ്ട് ആ ഒരു കണക്ക് തന്നെയാണ് ഇവിടെ a⁻1 എന്നുള്ള കേസിൽ വരുന്നത്. ഇപ്പോൾ v1ൽ നിന്നും v2ലേക്ക് v1 e3 v2 അത് ലെങ്ത് 1 ഉള്ള വോക്കാണ്. ദെൻ v1 e2 v1 അതും ലെങ്ത് 1 ഉള്ള വോക്കാണ്. v1ൽ നിന്നും v3യിലേക്കും ലെങ്ത് 1 ഉള്ള ഒരു വോക്ക് ഉണ്ട് v1 e4 v3. v2ൽ നിന്നും v1ലേക്ക് ഇത് നേരെ തിരിച്ച് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെങ്ത് 1 ഉള്ള വോക്ക് ഉണ്ട്. v2ൽ നിന്നും v2യിലേക്ക് ലെങ്ത് 1 ഉള്ള വോക്കൊന്നുമില്ല. ലൂപ്പ് ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. v2ൽ നിന്നും v3യിലേക്കും ലെങ്ത് 1 ഉള്ള വോക്കില്ല. അതായത് v2ൽ നിന്നും v3യിലേക്ക് എഡ്ജ് ഉണ്ടെങ്കിലേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. v3യിൽ നിന്നും v1ലേക്ക് ലെങ്ത് 1 ഉള്ള വോക്ക് ഉണ്ട്. v3യിൽ നിന്നും v2യിലേക്കും ഇതേപോലെ തന്നെ v3യിൽ നിന്നും v3യിലേക്കും അവിടെ ലൂപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ 2 എൻട്രീസും 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ അഡ്ജസൻസി മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ നമുക്ക് പഠിക്കുവാനുള്ളത്.